പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 25 ഹല്ലേലൂയ സ്തോത്രം വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ, ശ്രേഷ്ഠമായിട്ട് നടത്തിയില്ലേ, അതിശയകരമായി നടത്തിയില്ലേ. ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നു. കഴിഞ്ഞ പകൽക്കാലം ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ അങ്ങേക്ക് സ്തോത്രം, കർത്താവെ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ അങ്ങേക്ക് സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. അപ്പാ ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം പറയാം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇത് കർത്താവ് തന്ന ദിവസമാണ്. കർത്താവിനായിട്ട് കർത്താവ് ഒരുക്കി തന്ന് നമ്മൾക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ ഒരുക്കി തന്നിരിക്കുന്ന ദിവസം. അതുകൊണ്ട് സന്തോഷത്തോടെ സ്തോത്രം പറയണം. 26-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ കർത്താവിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ആമേൻ. 8-ാമത്തെ വാക്യം, യഹോവേ, അങ്ങയുടെ ആലയമായ വാസസ്ഥലവും കർത്താവിൻ്റെ മഹത്വത്തിന് നിവാസവും എനിക്ക് പ്രിയമാകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരുടെ മേലും വലിയ ദൈവകൃപയെ പകരണം. അവരുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യവും സമാധാനവും ഉണ്ടാകണം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്താൽ എല്ലാവരെയും നിറച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവിക മഹിമയാൽ എല്ലാവരെയും നിറച്ചാട്ടെ. ദൈവിക ആരോഗ്യത്താൽ എല്ലാവരെയും നിറച്ചാട്ടെ. ദൈവിക സമൃദ്ധിയാൽ എല്ലാവരെയും നിറച്ചാട്ടെ. വലിയ കാര്യങ്ങൾ കർത്താവേ ഇപ്പോൾ അങ്ങ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലാത്ത എല്ലാവരും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ ഇടവരട്ടെ. ഈ പ്രഭാതത്തിൽ തന്നെ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ. ആത്മശക്തിയിൽ നിറയട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വലിയ പകർച്ച തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. വലിയ ആത്മസാന്നിധ്യം ഉണ്ടാകട്ടെ. കൃപകൾ ജ്വലിക്കട്ടെ. അസാധാരണമായി ആത്മാവിൽ നിറഞ്ഞ് മുന്നേറുവാൻ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. അതുപോലെ കർത്താവെ, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർ വിടുവിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ലോകവ്യാപകമായി അനേക അഭിഷക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണം. നാളത്തെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ദൈവിക ജ്ഞാനത്തെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ക്രിസ്തു നമ്മളിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, അതായത് ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി. അപ്പോൾ യേശു ക്രിസ്തു നമ്മളിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ വന്നു എന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ആദ്യമേ വിശ്വസിക്കണം. അതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോകത്തിലെ ജ്ഞാനം ഉപയോഗിച്ചാൽ നമ്മുടെ പ്രോഗ്രസ് വളരെ ചെറുതായിരിക്കും. നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വളരെ പ്രോഗ്രസ് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്
എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യേശുവിനെ ട്രാപ്പിലാക്കുവാനോ യേശുവിനെ പരാജയപ്പെടുത്തി കളയാനോ ഒന്നും ആർക്കും കഴിഞ്ഞില്ല. ഒരിക്കൽ പരീശന്മാരെല്ലാം കൂടെ യേശുവിനെ ട്രാപ്പിലാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ യേശുവിനെ കുരുക്കിലാക്കാൻ വേണ്ടി ഒരു വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുക്കലേക്ക് പിടിച്ചോണ്ട് വന്നു. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നതെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കർത്താവിനോട് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം, കർത്താവ് ദൈവിക മാനസാന്തരത്തെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും പ്രസംഗിക്കുക. അപ്പോൾ കല്ലെറിയണം എന്നത് മോശയുടെ കൽപ്പനയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രസംഗിക്കുന്നതിനകത്ത് യാതൊരു ഇതുമില്ലല്ലോ. കാരണം ദൈവകൃപയെക്കുറിച്ച് പറയുന്നു, പാപമോചനത്തെക്കുറിച്ച് പറയുന്നു. അപ്പം ഈ കല്ലെറിയുക എന്ന് യേശു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാം. നീ പിന്നെ പ്രസംഗിക്കുന്നതിനകത്ത് എന്നാ കാര്യം? 2, കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു എന്ന ഒരു കുറ്റം യേശുവിൻ്റെ മുകളിൽ വെക്കുവാൻ കഴിയും. ഇത് രണ്ടുമാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ ഇവർക്ക് പിടിക്കാം എന്നുള്ള ഉറപ്പോടുകൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടിരുന്നത്. എന്നാൽ യേശു അവിടെ ഉപയോഗിക്കുന്ന ആ ദൈവിക ജ്ഞാനം കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളുടെ മേൽ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. കർത്താവ് ദൈവിക ജ്ഞാനമോ ഉപയോഗിച്ചു. അല്ലെങ്കിൽ കർത്താവ് വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് ജയിക്കാൻ കാരണമായി. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചതുകൊണ്ട് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും കുഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അപ്പോൾ അവസാനം ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേ ജ്ഞാനം ക്രിസ്തു നമ്മളിൽ വന്നതോടെ നമ്മളിൽ വന്നിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങൾ സമൂഹത്തിലിടപെടും എല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിക്കുക. പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിലൂടെ അങ്ങയുടെ ജ്ഞാനം പുറത്തു വരട്ടെ, അങ്ങയുടെ ജ്ഞാനം പുറത്തു വരട്ടെ. യേശു എങ്ങനെ ജ്ഞാനം ഉപയോഗിച്ചോ, പൗലോസ് എങ്ങനെ ജ്ഞാനം, പൗലോസ് വളരെ വളരെ ശ്രദ്ധാപൂർവ്വം ദൈവിക ജ്ഞാനം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിലയിടത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഈ പൗലോസിന് മനസ്സിലാക്കുന്നു, അവർ 2 കൂട്ടർ തമ്മിലുള്ള പ്രശ്നത്തെ പൗലോസ് മനസ്സിലാക്കിയിട്ട് അതിനിടയിൽ നിന്നുകൊണ്ട് പൗലോസ് വളരെ ദൈവിക ജ്ഞാനം ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാ ഏടുകളിലും ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നിങ്ങൾ കാംക്ഷിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഇന്നു മുതൽ കാംക്ഷിക്കണം. എന്നിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ പുറത്തു വരണം. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും സക്സസ് ആയിത്തീരും കേട്ടോ. കർത്താവ് വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.